എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നൊക്കെ പറയുമ്പോൾ നകുലൻ പറയാണ് ജാനകി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങോട്ടും ഞാൻ വരില്ല എന്ന്. അബി ഡോക്ടറോട് ജാനകിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ജാനകി എന്തായാലും റിക്കവർ ആവുമെന്ന് പറയും. ജാനകിയോട് അബി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ജാനകി ചെറുതായിട്ട് കരയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അബി പറയും നീ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മോളുറക്കത്തിൽ ജാനകി ഇങ്ങനെ സ്വപ്നം കാണാണ്. പെട്ടെന്ന് ഞെട്ടി ഉണരും. അച്ചമ്മയോട് പറയും അച്ചമ്മേ ഞാൻ അമ്മയെ കണ്ടു എന്ന് പറയും. അച്ചമ്മയ്ക്കോ സ്വപ്നം കണ്ടില്ല എന്ന് വയ്ക്കും. കണ്ണടച്ചുറങ്ങിക്കോ പെട്ടെന്ന് നേരം എടുക്കുന്നൊക്കെ പറയും. വഴിയിൽ വെച്ച് അപർണ ഇന്ദ്രജയെ കാണാണ്. വിളിച്ചു നിർത്തി എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. ഇന്ദ്രജ പറയും ജാനകിയെ കാണാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപർണ വയ്ക്കും നിങ്ങൾക്ക് ജാനകിയായിട്ടാണോ അഭിയായിട്ടാണോ പരിചയം എന്ന് വയ്ക്കും. ഇന്ദ്രജ പറയും ഞങ്ങൾ ജാനകിയായിട്ടാണ് പരിചയം, പിന്നെ അഭിയായിട്ട് പരിചയമായി എന്ന് പറയും. ജാനകിയുടെ ആക്സിഡൻറ്റ് ഒരു കൊലപാതക ശ്രമമാണോ എന്ന് സംശയമുണ്ടെന്ന് അപർണ പറയുമ്പോൾ ഇന്ദ്രജ പറയും എനിക്ക് അവളെ കൊന്നു കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ അപർണയുടെ ഉള്ളിൽ ചെറിയ സന്തോഷം വരും. ജാനകിക്കെതിരെ ഒരു ശത്രുവിനെ കൂടി കിട്ടിയതിൻ്റെ സന്തോഷം. അപർണയ്ക്കും ജാനകിയെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കും. ഇന്ദ്രജ പറയും നമുക്ക് വീണ്ടും കാണാം, വഴികൾ രണ്ടാണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒന്നാണെന്ന് പറയും. അതിനുവേണ്ടി ആരോട് സന്ധി ചെയ്യാനും ഞാൻ തയ്യാറാണ്. രാധാമണി അവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്ന് കൂടെയുള്ള സ്ത്രീ പറയും. അബിസാർ ഒന്ന് വന്നിരുന്നെങ്കിൽ കുറച്ച് കുറവുണ്ടാകുമായിരുന്നു. ഇത് കേട്ട് തിരുമേനി പറയും അയാൾ അവിടെ തീയുടെ പുറത്താണ് നിൽക്കുന്നത് തന്നെ, അയാളെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്താന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയും. രാധാമണി മോളെ പോയി കണ്ട് സ്പർശിച്ച് മോളേന്ന് വിളിച്ചാൽ ചിലപ്പോൾ ജാനകി കണ്ണ് തുറക്കാൻ വരെ സാധ്യത ഉണ്ടെന്നൊക്കെ തിരുമേനി പറയുമ്പോൾ ആ സ്ത്രീ ചോദിക്കും എന്നാൽ അത് അബിയോടൊന്ന് പറഞ്ഞൂടെ, തിരുമേനി പറഞ്ഞാൽ അത് സത്യമായിരിക്കും എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞാൽ അതൊരു പരീക്ഷണമായിപ്പോവും, ഇത് മറ്റുള്ളവർ പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല, അവർക്കത് തോന്നണം. ഇതൊക്കെ രാധാമണി കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. അജയ് ഡ്രസ്സ് മാറ്റി പുറത്തു പോകാൻ നിൽക്കുമ്പോൾ ഹണിറോസ് അങ്ങോട്ട് വരികയാണ്. ഇത് കണ്ടിട്ട് അജയ് ഓടിച്ചെല്ലും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. നിന്നെ കാണാൻ ഞാൻ ഇവിടെ അല്ലാതെ എങ്ങോട്ട് വരണം, എനിക്ക് രണ്ടിലൊന്നും അറിയണം, ഇനിയൊരു അവധിയില്ല. അതിലേക്ക് വന്ന് അപർണ ഇടപെടും. അപർണയോട് പറയും അജയ് വാങ്ങിയ പണമാണ്, നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ. അപർണ തിരിച്ചു ചൂടാകുമ്പോൾ ഹണിറോസ് പറയും നീ ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ കുടുംബത്തിൻ്റെ നാശം കാണാൻ കാത്തിരിക്കുന്ന ആളല്ലേ നീ. ഇതൊക്കെ കേട്ടിട്ട് അപർണ പറയും അജയ് എന്ത് നോക്കി നിൽക്കുക, ഇറക്കി വിടുകയുള്ളേ. അജയ് ഹണിറോസിനോട് വയ്ക്കും നീ എന്തിനുള്ള ഭാവമാണെന്ന് വയ്ക്കും. ഹണിറോസ് പറയും നമ്മൾ തമ്മിലുള്ള ഇടപാട് തീരുന്നവരെ ഇനി ഞാൻ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. എന്താ നീ അതിന് സമ്മതിക്കില്ലേ? എൻ്റെ ഫ്ലാറ്റിൽ നമ്മൾ ഒരുപാട് ഒരുമിച്ച് താമസിച്ചതല്ലേ, അപ്പോൾ നിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന് നീ എങ്ങനെ പറയും. അപർണ വയ്ക്കും അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്നാന്ന് കാണട്ടെ എന്ന് പറയും. ഇത് കേട്ട് ഹണിറോസ് വയ്ക്കും എന്നെ തരാം നീ ആരാന്ന് വയ്ക്കും. എന്നിട്ട് അപർണയുടെ തള്ളി മാറ്റി ഹണിറോസ് ഉള്ളിലേക്ക് അങ്ങ് പോകും. അവിടെ ഒരു റൂമിൽ കയറിയിട്ട് ഹണിറോസ് അവിടെ ഇരിക്കുകയാണ്. അപർണയും അജയ് വന്ന് ഡോറിൽ കുറേ മുട്ടുമ്പോൾ ഹണിറോസ് വന്ന് തുറന്നിട്ട് അജയ്യെ എടുത്ത് അകത്തിട്ടിട്ട് വാതിലടയ്ക്കും. പൈസയെ പറ്റി ചോദിക്കുമ്പോൾ അജയ് പറയും എൻ്റെ കയ്യിൽ തരാൻ പൈസ ഇല്ല, എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുന്നൊക്കെ പറയും. പുറത്തുനിന്ന് ഇതൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ് അപർണ.